നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവനെ നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനായി തീരട്ടെ എന്നെല്ലാം ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇന്നും സഭകളിലും സുവിശേഷ പ്രസ്ഥാനങ്ങളിലും അധികാരമോഹവും മത്സരങ്ങളും കാണപ്പെടുന്നുണ്ട്. പലപ്പോഴും അതെല്ലാം തെറ്റാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. സ്നേഹിത, അന്ന് പത്രോസിൽ കുറ്റം കണ്ടപ്പോൾ അവനോട് അഭിമുഖമായി എതിർത്ത് നിൽപ്പാൻ പൗലോസ് മടിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നാം അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവാനോ കഴിയില്ല. എന്തെന്നാൽ ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്നല്ലേ വേദപുസ്തകം പറയുന്നത്. ആകയാൽ ഇന്ന് നമ്മൾ അത്തരമൊരു അവസ്ഥയിലാണെങ്കിൽ രാജാവിനെ പോലും കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കാൻ മടിക്കാതിരുന്ന ക്രിസ്തുവിന്റെ ധൈര്യം നമുക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ.